നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ് ഇൻ ആൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത് സെക്കൻഡ് ചാപ്റ്ററിലെ. അപ്പോൾ അതിൽ നമ്മൾ രണ്ട് ചാർജുകളുള്ള സിസ്റ്റത്തിൻ്റെയും മൾട്ടിപ്പിൾ ചാർജസ് ഉള്ള സിസ്റ്റത്തിൻ്റെയും എനർജിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ഒരു ഫ്രീ സ്പേസിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിലോട്ട് ഒരു ചാർജിനെ നമ്മൾ കൊണ്ടുവരാൻ നമുക്ക് വർക്കിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ് ഇസ് എ ഫ്രീ സ്പേസ്, നോ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ദെയർ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത ഒരു പോയിന്റിൽ അവിടെ പൊട്ടൻഷ്യൽ ഒന്നും ഇല്ല. അപ്പോൾ ആദ്യത്തെ ചാർജിനെ കൊണ്ടുവരാൻ നേരത്ത് നമ്മളെ ആരും ഒപ്പോസ് ചെയ്യത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. സോ നോ വർക്ക് ഈസ് റിക്വയർഡ് ടു പ്ലേസ് ദ ഫസ്റ്റ് ചാർജ് അറ്റ് ദ പോയിന്റ് എ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ രണ്ടാമത്തെ പോയിന്റ് ബി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചാർജിൽ നിന്നും സെർട്ടൺ ഡിസ്റ്റൻസ് അകലെയാണ്. 6 എടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ R12 എന്നൊക്കെ എടുക്കാം, നമ്മുടെ സൗകര്യം. 6 എടുക്കുന്നു. അവിടെ നമ്മൾ Q2 എന്ന ചാർജിനെ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ്? കാരണം ബി എന്ന് പറയുന്ന പോയിന്റ് Q1ന്റെ ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പോയിന്റിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഉണ്ട്. സോ പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് ബി, എന്തുകൊണ്ടാണ് ബിയിൽ പൊട്ടൻഷ്യൽ ഉള്ളത്? Q1 ചാർജ് അവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലാണ്. സോ ദാറ്റ് ഈസ് 1/4πε0 Q1/R. ഓക്കെ, അങ്ങനെയുള്ള ബിയിൽ ഒരു ചാർജിനെ പ്ലേസ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഡു വർക്ക്. എന്താണ്? ആ Q1ന്റെ ഒപ്പോസിഷനെതിരെ നമ്മൾ വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ആ വർക്ക് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയാണോ ഇൻറ്റു ആ വയ്ക്കുന്ന ചാർജാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ Q2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് കിട്ടും. അതാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഇന്നിപ്പോൾ പറയാൻ പോണത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ് ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചാർജ് സിസ്റ്റത്തെ നമ്മൾ അസംബിൾ ചെയ്യുന്നത്, കൊണ്ടുവരുന്നത് ഒരു ഫീൽഡിലോട്ടാണ്. ആൾറെഡി അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അങ്ങനെ ഒരു എക്സിസ്റ്റിംഗ് ഇലക്ട്രിക് ഫീൽഡിലേക്കാണ് ഈ ചാർജിനെ കൊണ്ടുവരുന്നതെങ്കിൽ വർക്ക് ചെയ്യേണ്ടതിനെ കുറിച്ചാണ് ഇനി പറയേണ്ടത്. ഒരിക്കൽ കൂടെ, ഇവിടെ നമ്മൾ Q2 കൊടുക്കുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയ ആൻസർ? 1/4πε0 Q1 Q2/R. അപ്പോൾ ഒരു ഫ്രീ സ്പേസ് ആണെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്താണെങ്കിൽ രണ്ട് ചാർജുകളെ അറേഞ്ച് ചെയ്യാൻ നമുക്ക് ചെയ്യേണ്ട ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, 1/4πε0 Q1 Q2/R. ഓക്കെ, ആദ്യത്തെ ചാർജിനെ കൊണ്ടുവരാൻ നമുക്ക് വർക്ക് വേണ്ടി വന്നില്ല. രണ്ടാമത്തെ ചാർജിനെ കൊണ്ടുവരാൻ ഫസ്റ്റ് ചാർജ് ഉണ്ടാക്കിയ പൊട്ടൻഷ്യലിനെതിരെ നമ്മൾ വർക്ക് ചെയ്തു. ഓക്കെ, ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമ്മൾ പറയാൻ പോണ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ രണ്ട് ചാർജസിനെ അസംബിൾ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഈ സ്പേസ് ഓൾറെഡി ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇറ്റ്സ് എൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ആണ്. വേറെ ഏതോ ചാർജ് സിസ്റ്റമോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് ഈ റീജിയൻ. അതിലെ ഒരു പോയിന്റ് ആണ് എ. മനസ്സിലായോ? അവിടെയാണ് നമ്മൾ Q1നെ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ Q1നെ കൊണ്ടുവരാൻ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വർക്ക് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ചാർജിനെ പ്ലേസ് ചെയ്യാൻ തന്നെ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. കാരണം എന്താ? ഇറ്റ്സ് എൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പം നമ്മുടെ ഇപ്പോൾ ടോപ്പിക് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ് ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന ചാർജ് സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ കയ്യിലുള്ള എനർജി എത്ര എന്നാണ് പഠിക്കാൻ പോകുന്നത്. സോ എ എന്ന പോയിന്റ് ഒരു ഇലക്ട്രിക് ഫീൽഡിലെ പോയിന്റ് ആണ്. അതുകൊണ്ട് ആ ഇലക്ട്രിക് ഫീൽഡ് ആരാണ് ഉണ്ടാക്കുന്നതെന്നൊന്നും ഇവിടെ കാണിച്ചിട്ടില്ല. ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ എയിൽ ഒരു പൊട്ടൻഷ്യൽ ഓൾറെഡി ഉണ്ട്. ആ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് നമുക്ക് പറയാം. V1 ആണ് എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ Q1 എന്ന ചാർജിനെ എയിൽ വയ്ക്കണമെങ്കിൽ വർക്ക് ചെയ്യണം W1 സമം V1 Q1 ആയിരിക്കും. കാരണം എന്താണ്? അത് നമ്മൾ ഡെഫിനിഷൻ, പൊട്ടൻഷ്യലിന്റെ ബേസിക്സ് അറിയാമെങ്കിൽ അത് മനസ്സിലാവുള്ളൂ. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് പെർ ചാർജ് ആണ്. അപ്പൊ വർക്ക് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ്. ഓക്കെ, നൗ there is a point B at a distance R from A. ഞാൻ വീണ്ടും പറയും, 6 എന്ന് എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ R12 എന്നൊക്കെ എടുക്കാം. ആകെ ഒരു ഡിസ്റ്റൻസ് അല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 6 എന്ന് എടുത്തത്. നമുക്കില്ല തേർഡ് പോയിന്റ് ഒക്കെ വരയ്ക്കുമ്പോഴാണ് നമുക്ക് പിന്നെ അത് പല ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യേണ്ടി വരുമ്പോഴാണ് നമ്മൾ R12 R13 എന്നൊക്കെ എടുക്കുന്നത്. സോ
ബി എന്ന് പറയുന്ന പോയിന്റിൽ ഇപ്പോൾ എത്ര പൊട്ടൻഷ്യൽ ഉണ്ടെന്നറിയാമോ? 2 പൊട്ടൻഷ്യൽ ഉണ്ട്. ഒന്നെന്താണ്? ഒരു എക്സ്റ്റേണൽ ഫീൽഡ് ആണല്ലോ അത്. അപ്പോൾ എക്സ്റ്റേണൽ ഫീൽഡ് കാരണം ഒരു പൊട്ടൻഷ്യൽ ഓൾറെഡി ബിയിലുണ്ട്. പ്ലസ് Q1 എന്ന് പറയുന്ന ചാർജും അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് ബി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഞാൻ അതിനെ V2 എന്ന് എടുക്കുകയും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം എയിലെ പൊട്ടൻഷ്യൽ ഞാൻ V1 എന്ന് എടുത്തു. അതുപോലെ ഡ്യൂ ടു ദിസ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ദർ ഇസ് എ പൊട്ടൻഷ്യൽ അറ്റ് ബി, ലെറ്റ് ഇറ്റ് ബി V2 പ്ലസ് Q1 ചാർജ് ബിയിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. അതെത്രയാണ്? Q1ൽ നിന്നും R ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് അല്ലേ ബി. അപ്പോൾ Q1 ചാർജിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πε0 Q1/R. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെയല്ലേ നമ്മൾ Q2 പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ Q2 അവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ടോട്ടൽ വർക്ക് എത്രയായിരിക്കും? ബി എന്ന പോയിന്റിലെ ആകെ പൊട്ടൻഷ്യൽ ഇൻറ്റു Q2 ആയിരിക്കും. സോ വർക്ക് റിക്വയർഡ് ടു പ്ലേസ് ദ ചാർജ് Q2 അറ്റ് ദ പോയിന്റ് ബി ഈസ് ബി എന്ന പോയിന്റിലെ മൊത്തം പൊട്ടൻഷ്യൽ ഇൻറ്റു Q2. അതായത് ഞാൻ എന്ത് ചെയ്യണം? ഈ ടേമിനെ Q2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഐ ഗെറ്റ് W2 is equal to ഇവിടെ Q2 എന്ന ടേം വരുമ്പോൾ V2 Q2 എന്നൊരു ടേം വരും. V2 Q2 പ്ലസ് പിന്നെ 1/4πε0 Q1/R ഇൻറ്റു Q2 എന്ന് വരും. അപ്പോൾ എത്ര കിട്ടും? 1/4πε0 Q1 Q2/R. നമ്മൾ അപ്പോൾ ടോട്ടൽ വർക്ക് എത്ര? ടോട്ടൽ വർക്ക് റിക്വയർഡ് ടു അസംബിൾ ദ സിസ്റ്റം, Q1നെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്ത വർക്ക് പ്ലസ് Q2നെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്ത വർക്ക്. സോ ടോട്ടൽ വർക്ക് ഈസ് V1 Q1 പ്ലസ് V2 Q2 പ്ലസ് 1/4πε0 Q1 Q2/R. This much work will stored as potential energy in the system. അപ്പോൾ Q1 എന്നും Q2 എന്നും പറയുന്ന 2 ചാർജുകൾ R ഡിസ്റ്റൻസ് അകലത്തിൽ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുകയാണെങ്കിൽ അവരുടെ കയ്യിലുള്ള ആകെ മൊത്തം പൊട്ടൻഷ്യൽ എനർജി ദാ ഇത്രയായിരിക്കും. V1 Q1 പ്ലസ് V2 Q2 പ്ലസ് 1/4πε0 Q1 Q2/R. ഓരോ കാര്യങ്ങളും ഒന്നുകൂടി ഒന്ന് ആലോചിക്കുകയെ. നമ്മൾ ഫസ്റ്റിലെ Q1നെ കൊണ്ടുവന്നു എ എന്ന പോയിന്റിൽ. അപ്പോൾ എയിൽ എക്സ്റ്റേണൽ ഫീൽഡ് ആണ്, അതിലെ പോയിന്റ് ആണ് എ. അപ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് V1. അതുകൊണ്ട് Q1നെ കൊണ്ടുവരാൻ നമുക്ക് എത്ര വർക്ക് ചിലവായി? V1 Q1. നൗ അനദർ പോയിന്റ് ബി എന്ന് പറയുന്ന പോയിന്റിൽ 2 രീതിയിൽ ഇപ്പോൾ പൊട്ടൻഷ്യൽ വരും. ഒന്ന് എക്സ്റ്റേണൽ ഫീൽഡിലെ ആ ഫീൽഡ് കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് V2 പ്ലസ് ഇപ്പോൾ വന്ന ചാർജ് Q1 അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന. അപ്പോൾ Q2നെ അവിടെ പ്ലേസ് ചെയ്യണമെങ്കിൽ ഇത്രയും പൊട്ടൻഷ്യലിനെ നമ്മൾ Q2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ V2 Q2 പ്ലസ് 1/4πε0 Q1 Q2/R. സോ ടോട്ടൽ വർക്ക് ഈസ് ദിസ് വൺ. അപ്പോൾ ഇത് ഒരു എക്സ്റ്റേണൽ ഫീൽഡ് അല്ലായിരുന്നെങ്കിലോ? ഇതൊരു എക്സ്റ്റേണൽ ഫീൽഡ് അല്ലായിരുന്നെങ്കിൽ ഈ ടേമും വരത്തില്ലായിരുന്നു. ഇത്രയും വർക്ക് മാത്രം നമ്മൾ ചെയ്താൽ മതിയായിരുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്ക്. നന്നായിട്ട് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് പോയാലേ നമുക്കത് ആ ഒരു ഓർഡറിൽ പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. Okay, so this is the potential energy of a system of charges in the external electric field. Okay. Next, ഇതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. എക്സാംസിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ അകത്തെ പൊട്ടൻഷ്യൽ എനർജി. സോ ഇലക്ട്രിക് ഡൈപോൾ എന്ന കോൺസെപ്റ്റ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചതാണ്. ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് പ്ലസ് ആൻഡ് മൈനസ് Q, plus Q and minus Q, equal and opposite charges separated by a small distance. That pair of charges is called an electric dipole. What happens if a dipole is placed in a uniform electric field? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ പ്ലേസ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. എന്ത് സംഭവിക്കുമെന്നാണ് പഠിച്ചിട്ടുള്ളത്? When a dipole is placed in a uniform electric field, it will experience a torque. The torque is vector tau is equal to vector P cross E, where P is the electric dipole moment and E is the electric field intensity. P cross E എന്ന് പറഞ്ഞാൽ PE sin theta.
where theta is the angle between P and E. Here it is. അപ്പോൾ എന്തുകൊണ്ട് ഈ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ്? പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണല്ലോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ നെഗറ്റീവ് സൈഡിലേക്ക് ഫോഴ്സ് ചെയ്യപ്പെടും. ആര്? പോസിറ്റീവ് ചാർജിനകത്ത് അങ്ങോട്ടൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. നെഗറ്റീവ് ചാർജിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇങ്ങോട്ടായിരിക്കും, ഫീൽഡിന്റെ പോസിറ്റീവ് സൈഡിലോട്ടായിരിക്കും. അപ്പോൾ ഈ ഈക്വലും ഓപ്പോസിറ്റുമായ ഫോഴ്സുകൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഡൈപോൾ ഇവിടെ ഇരുന്ന് റൊട്ടേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഇറ്റ് എക്സ്പീരിയൻസ് ടോർക്ക്. ആ ടോർക്കിന്റെ എക്സ്പ്രഷൻ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പി ഇ സൈൻ തീറ്റ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പറയാൻ പോണത് ഈ ടോർക്ക് കാരണം ഈ ഡൈപോള് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ ഒരു ടെൻഡൻസി കാണിക്കും. ഐ മീൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ ഒരു ടെൻഡൻസി കാണിക്കുകയാണ്. അപ്പോൾ ആ ടോർക്കിനെതിരെ നമ്മൾ അതിനെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് ഡൈപോളിനെ തിരികെ റൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണ്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വർക്ക് ചെയ്യേണ്ടി വരും. വി ഹാവ് ടു ഡു വർക്ക് ടു ടേൺ ദ ഡൈപോൾ അഗെയിൻസ്റ്റ് ദിസ് ടോർക്ക്. സപ്പോസ് നിലവിൽ ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്തിരിക്കുകയാണ്. ആ ഡൈപോളിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ടേൺ ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ള ഈ ഡൈപോള് ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് തീറ്റ ആംഗിളാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഡൈപോളിനെ ടേൺ ചെയ്യാണ് തിരിച്ച് ബൈ എ വെരി സ്മോൾ ആംഗിൾ ഡി തീറ്റ. ഡി തീറ്റ എന്ന് പറയുന്ന ചെറിയൊരു ആംഗിൾ ഇതിനെ ഞാൻ പിറകോട്ട് ട്വിസ്റ്റ് ചെയ്യണം. സോ അതിനെനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? വർക്ക് ചെയ്യേണ്ടി വരും. ആ ഞാൻ ചെയ്യേണ്ട വർക്ക് ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു എത്രയാണ്? ടോ ഡി തീറ്റ ആയിരിക്കും. കാരണം ലീനിയർ മോഷനിൽ വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമുക്കറിയാം. ഒരു ഫോഴ്സിനെതിരെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. ഒന്നുകൂടി, ഒരു ഫോഴ്സ് ഉപയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫോഴ്സിനെതിരെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. എന്നാൽ ഒരു ടോർക്കിനെതിരെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ടോർക്ക് ഇൻറ്റു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് ഉപയോഗിച്ച് ഒരു വസ്തുവിനെ ഡിസ്പ്ലേസ് ചെയ്യാം, ടോർക്ക് ഉപയോഗിച്ച് ഒരു വസ്തുവിനെ ടേൺ ചെയ്യാം. അവിടെ ലീനിയർ ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉണ്ടാകുന്നത്. ടോർക്ക് ഉപയോഗിക്കുമ്പോൾ ടേണിങ് അല്ലെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ തന്നെ +1 പഠിപ്പിച്ചു തന്നിട്ടുണ്ട് റൊട്ടേഷണൽ മോഷനിൽ. ലീനിയർ മോഷനിൽ ഫോഴ്സ് എന്ന് പറയുന്നത് റൊട്ടേഷനിൽ ടോർക്ക് എന്ന കോൺസെപ്റ്റായി മാറും. ലീനിയർ മോഷനിലെ ഡിസ്പ്ലേസ്മെന്റ് റൊട്ടേഷനിൽ വരുമ്പോൾ എന്തായി മാറും? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആയി മാറും. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ഉപയോഗിച്ച് ഒരു വസ്തുവിനെ ഡിസ്പ്ലേസ് ചെയ്യാം, അപ്പോൾ വർക്ക് ഡൺ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ടോർക്ക് ഉപയോഗിച്ച് ഒരു വസ്തുവിനെ ടേൺ ചെയ്യാം, അപ്പോൾ ചെയ്യുന്ന വർക്ക് ടോർക്ക് ഇൻറ്റു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ടോർക്കാണ്, ഡി തീറ്റ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ദ വർക്ക് ഡൺ ഈസ് ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു ടോ ഡി തീറ്റ. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഡി തീറ്റ എന്ന് പറയുന്ന ഒരു ചെറിയ ആംഗിൾ ടേൺ ചെയ്യാനാണ് ഇത്രയും വർക്ക്. അങ്ങനെയാണെങ്കിൽ ഇനിഷ്യലി ഡൈപോൾ ഫീൽഡുമായിട്ട് തീറ്റ 1 ആംഗിൾ മേക്ക് ചെയ്യാമെന്നിരിക്കട്ടെ. തീറ്റ 1 ആംഗിൾ മേക്ക് ചെയ്തിരിക്കുന്ന ഈ ഡൈപോളിനെ നിങ്ങൾ പിടിച്ച് തിരിച്ച് തീറ്റ 2 ആംഗിൾ ആക്കി മാറ്റി ഒരു വലിയ റൊട്ടേഷൻ നമ്മൾ നടത്തുകയാണ്. അപ്പോൾ വളരെ ചെറിയൊരു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡി തീറ്റ നടത്താനാണ് നമുക്ക് ഇത്രയും വർക്ക് വേണ്ടി വന്നത്. അങ്ങനെയാണെങ്കിൽ തീറ്റ 1 എന്ന ആംഗിൾ മേക്ക് ചെയ്തിരിക്കുന്ന ഒരു ഇലക്ട്രിക് ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്ത് തീറ്റ 2 ആംഗിൾ ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ടോട്ടൽ വർക്ക് എത്രയായിരിക്കും? അതെ, ഇന്റഗ്രേഷൻ ഫ്രം തീറ്റ 1 ടു തീറ്റ 2 ടോ ഡി തീറ്റ. നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സസ്, വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് ഫോഴ്സസും പഠിച്ചു, വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സസും പഠിച്ചു. വേരിയബിൾ ഫോഴ്സസ് ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഇന്റഗ്രേഷൻ. അതായത് ഒരു വർക്ക് ചെയ്യുന്നത് ഒരു വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ ഒറ്റയടിക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കുറേശ്ശെ ചെറിയ ചെറിയ ഡിസ്പ്ലേസ്മെന്റുകളാക്കി വർക്ക് കണ്ടുപിടിച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് ടോട്ടൽ വർക്ക് കിട്ടുന്നത്. നമുക്കറിയാം, നമ്മൾ നിരവധി തവണ അതിനുള്ള സിറ്റുവേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്തരത്തിലൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ സ്റ്റെപ്പുകൾ ഒരിക്കൽ കൂടി നമുക്ക് ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ഇലക്ട്രിക് ഡൈപോളിനെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ഡൈപോളിനകത്ത് ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. വി ഹാവ് വെക്ടർ ടോ ഇസ് ഈക്വൽ ടു വെക്ടർ പി ക്രോസ് വെക്ടർ ഇ.
In magnitude, tau is equal to P E sin theta. Due to this torque, the dipole experience a rotational tendency in the clockwise direction. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ എന്താണ് ചെയ്തത്? ഇത്രയും ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഇനി നമ്മൾ എന്താ ചെയ്തത്? ഈ ടോർക്കിനെതിരെ ഡൈപോളിനെ ഒരു ഡി തീറ്റ ആംഗിൾ ഡിസ്പ്ലേസ് ചെയ്യണം, ചെറിയ ഡിസ്പ്ലേസ്മെന്റ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട വർക്ക് dw ഈസ് ഈക്വൽ ടു ടോ ഡി തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് θ1 ആംഗിൾ മേക്ക് ചെയ്തിരിക്കുന്ന ഡൈപോളിനെ ടേൺ ചെയ്ത് θ2 എന്ന ആംഗിളിലേക്ക് കൊണ്ടുവന്നാൽ, അതായത് ഇങ്ങനെ ഇരുന്ന ഡൈപോൾ θ1ൽ നിന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് θ2 ആക്കിയാൽ ടോട്ടൽ വർക്ക് ഈസ് θ1 to θ2 ടോ ഡി തീറ്റ. ക്ലിയർ അല്ലേ? ഇനി സിമ്പിൾ മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിലെ ഫിസിക്സിന്റെ ഐഡിയ ഇത്രയാണ്. ഇനി നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യാന്നുള്ളത് മാത്രമേ നമ്മുടെ ജോലി. അപ്പോൾ ഞാൻ θ1 to θ2 ടോയുടെ വാല്യൂ ഇതാ ഇവിടെ ഉണ്ട്, പി സൈൻ തീറ്റ. അടെ പി ഒക്കെ അറിയാം, ലോസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, സൈൻ തീറ്റ ഡി തീറ്റ. ദെൻ പി ഇ ഇന്റഗ്രേഷന് പുറത്തെടുക്കുന്നു, ഇന്റഗ്രൽ θ1 to θ2 സൈൻ തീറ്റ ഡി തീറ്റ. ഇതുവരെ ചെയ്ത എന്താണെന്ന് മനസ്സിലായി? ഈ കിടക്കുന്ന ടോർക്കിന്റെ വാല്യൂ ആണ് പി ഇ സൈൻ തീറ്റ. അത് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് പിയും ഇയും കോൺസ്റ്റന്റ് ആണ് ഇന്റഗ്രേഷന് പുറത്ത്. സോ ഇന്റഗ്രൽ θ1 to θ2 സൈൻ തീറ്റ ഡി തീറ്റ. So work done is equal to PE into integral θ1 to θ2 sin theta d theta. Integral sin x dx പഠിച്ചു വെച്ചേക്കുക, മൈനസ് കോസ് എക്സ് ആണ്. മാത്സിൽ ഇന്റഗ്രേഷൻ പഠിക്കും, റിസൾട്ട് അപ്പോൾ പഠിക്കും. ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് ഇസ് മൈനസ് കോസ് എക്സ്. അത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പം സൈൻ തീറ്റയെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് തീറ്റ കിട്ടും. അപ്പോൾ W ഈസ് ഈക്വൽ ടു PE ഇൻറ്റു മൈനസ് കോസ് തീറ്റ ഫ്രം θ1 to θ2. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ. PE ഇൻറ്റു മൈനസ് ആദ്യം തീറ്റ, അതായത് വേരിയബിളിന് അപ്പർ ലിമിറ്റ് കൊടുക്കുക, കോസ് θ2 മൈനസ് കോസ് θ1, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇനി ഞാൻ ഈ മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യും. അപ്പം മൈനസ് ഇൻറ്റു മൈനസ്, ഈ ടേം പ്ലസ് ആവും, ഈ മൈനസ് ഇവിടെ വരുമ്പോൾ ഈ ടേം നെഗറ്റീവ് ആവും. സോ W ഇസ് ഈക്വൽ ടു PE ഇൻറ്റു കോസ് θ1 മൈനസ് കോസ് θ2. ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് ദ വർക്ക് done to turn the dipole from an angle θ1 to an angle θ2. This much work will stored as potential energy in the dipole. So potential energy U is equal to PE into cos θ1 minus cos θ2. ഇത്രയുമാണ് ഡെറിവേഷന്റെ പാർട്ടായിട്ട് എഴുതേണ്ടത്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്? സൈൻ തീറ്റ ഡി തീറ്റ, അതായത് സൈൻ എക്സ് ഡി എക്സ് മൈനസ് കോസ് എക്സ് ആണ്. ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് ഈസ് മൈനസ് കോസ് എക്സ്. സോ ഇന്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ എന്താവും? മൈനസ് കോസ് തീറ്റ. ഇവിടെ ലിമിറ്റ് ഉണ്ട് θ1 to θ2. ആദ്യം തീറ്റയ്ക്ക് അപ്പർ ലിമിറ്റായ ഇത് കൊടുത്തു, ദെൻ തീറ്റയ്ക്ക് ലോവർ ലിമിറ്റ് കൊടുത്ത്, എന്നിട്ട് ഈ മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഇത്രയും വർക്കായിരിക്കും ഡൈപോളിൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ചോദിക്കാവുന്ന നിരവധി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, 0 ഡിഗ്രിയിൽ ഇരിക്കുന്ന ഡൈപോളിനെ 180 ഡിഗ്രി ആക്കാൻ എത്ര വർക്ക് ചെയ്യണം? 0 ഡിഗ്രിയിൽ നിന്നും 180 ഡിഗ്രി ആക്കാൻ എത്ര വർക്ക് ചെയ്യണം? അപ്പോൾ 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഡൈപോൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അതിനെ പിടിച്ച് കറക്കി 180 ഡിഗ്രി ആക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് 0 ഡിഗ്രി അലൈൻ ചെയ്തിരിക്കുന്ന ഡൈപോളിനെ ടേൺ ചെയ്ത് 180 ഡിഗ്രി ആക്കാൻ എത്ര വർക്ക് ചെയ്യണം? എന്ത് ചെയ്യാം? θ1ന്റെ വാല്യൂ 0 ഡിഗ്രി, θ2ന്റെ വാല്യൂ 180 ഡിഗ്രി. അപ്പോൾ വർക്ക് എത്രയായിരിക്കും ഇവിടെ? വർക്ക് ഈസ് ഈക്വൽ ടു PE ഇൻറ്റു കോസ് 0 1 മൈനസ് കോസ് 180 മൈനസ് 1, സോ 2. സോ ആൻസർ ഈസ് 2PE. 2PE വർക്ക് ചെയ്യണം. അങ്ങനെ ഏത് ആംഗിളിൽ നിന്ന് ഏത് ആംഗിളിലോട്ട് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇലക്ട്രിക് ഡൈപോൾ. അത് നന്നായിട്ട് വർക്ക് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഓരോ സ്റ്റെപ്പും നന്നായിട്ട് മനസ്സിലാക്കി എഴുതിയെടുക്കുക. ഡൈപോളിൻ്റെ ഫിഗർ വരയ്ക്കുക, എന്നിട്ട് അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിൻ്റെ ഇക്വേഷൻ എഴുതണം. പിന്നെ ഒരു ചെറിയ ആംഗിൾ ഡി തീറ്റയാണ് ടേൺ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് എത്രയാണെന്ന് എഴുതുക. എന്നിട്ട് അതിൽ ടോർക്കിൻ്റെ എന്നിട്ട് θ1ൽ നിന്നും θ2 എന്ന ആംഗിളിലേക്ക് ടേൺ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട വർക്ക് കാണാൻ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിൽ ടോർക്കിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്യുക, കോൺസ്റ്റൻസ് പുറത്തെടുക്കുക, സൈൻ തീറ്റയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ.
ഇനി നമുക്ക് പഠിക്കേണ്ടത് ആ ഒരു കാര്യം കൂടെ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു തന്നു. 0 ഡിഗ്രിയിൽ നിന്നും 180 ഡിഗ്രിയിലേക്ക് ടേൺ ചെയ്യാൻ ആവശ്യമായ വർക്ക് എത്ര? 2p. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. വാട്ട് ഈസ് ദ വർക്ക് റിക്വയർഡ് ടു ടേൺ ദ ഡൈപോൾ ഫ്രം മോസ്റ്റ് സ്റ്റേബിൾ പൊസിഷൻ ടു ദ മോസ്റ്റ് അൺസ്റ്റേബിൾ പൊസിഷൻ എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ മോസ്റ്റ് സ്റ്റേബിൾ പൊസിഷൻ എന്ന് വെച്ചാലേ ഈ ഡൈപോൾ കറങ്ങി ഇങ്ങനെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഡൈപോളിന്റെ സ്റ്റേബിൾ പൊസിഷൻ എന്ന് വെച്ചാൽ ഇതാണ്, തീറ്റ 0 ആണ്. അൺസ്റ്റേബിൾ പൊസിഷൻ എന്ന് വെച്ചാൽ ഇതാണ്, തീറ്റ 180 ആണ്. അപ്പോൾ സ്റ്റേബിൾ പൊസിഷനിൽ നിന്നും അൺസ്റ്റേബിൾ പൊസിഷനിലേക്ക് ഡൈപോളിനെ ടേൺ ചെയ്യാൻ ആവശ്യമായ വർക്ക് എത്ര എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും 0 ഡിഗ്രിയിൽ നിന്നും 180 ഡിഗ്രിയിലേക്ക് എന്നുള്ള ഉത്തരവും സെയിം ആണ്. അപ്പോൾ 2p ആണ് 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഇനി വേറൊരു കാര്യം, ഇനിഷ്യൽ ആംഗിൾ ഡൈപോൾ തുടക്കത്തിൽ ഇങ്ങനെയാണ് ഇരിക്കണമെന്ന് വെച്ചോ. തീറ്റ 1 എത്രയാണെന്ന് എടുക്കുക? 90 ഡിഗ്രി. 90 ഡിഗ്രിയിൽ ഇരിക്കുന്ന ഡൈപോളിനെ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് 90 ഡിഗ്രി ഇരിക്കുന്ന ഒരു ഡൈപോളിനെ ടേൺ ചെയ്ത് മറ്റൊരു ആർബിറ്ററി ആംഗിളിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ, അതായത് മറ്റേതെങ്കിലും ഒരു ആംഗിൾ തീറ്റയിലേക്ക് 90 ഡിഗ്രിയിൽ നിന്നും മറ്റ് ഏതെങ്കിലും ഒരു ആംഗിൾ തീറ്റയിലേക്ക് ടേൺ ചെയ്യാൻ എന്നാണെങ്കിലോ തീറ്റ 1നെ 90 എന്നും തീറ്റ 2നെ തീറ്റ എന്നും എടുക്കുന്നു. അപ്പോൾ ഇക്വേഷൻ എന്താവും നോക്കി, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് PE ഇൻറ്റു കോസ് 90 മൈനസ് കോസ് തീറ്റ. ദാറ്റ് ഈസ് U ഈസ് ഈക്വൽ ടു കോസ് 90 0 ആണ് അല്ലേ? കോസ് 90 0 ആണ്. സോറി, ഈ മൈനസ് ഇല്ല, ഈ ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷൻ യൂസ് ചെയ്തിരിക്കുന്ന PE അതുപോലെ എഴുതി. കോസ് തീറ്റ 1ന്റെ സ്ഥാനത്ത് 90, തീറ്റ 2ന്റെ സ്ഥാനത്ത് തീറ്റ. ക്ലിയർ? ആ മൈനസ് മിസ്റ്റേക്ക് ഇട്ടതാ, ബൈ മിസ്റ്റേക്ക് വന്നതാണ്. ഈ ഇക്വേഷനിലാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. തീറ്റ 1 തുടക്കത്തിലുള്ള ആംഗിൾ 90, മറ്റേ ആംഗിൾ തീറ്റ 2ന് തീറ്റ എന്ന് എടുത്തു. സോ PE ഇൻറ്റു കോസ് 90 0, പിന്നെ ഉള്ളത് മൈനസ് കോസ് തീറ്റ. സോ ആൻസർ മൈനസ് PE കോസ് തീറ്റ. സോ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, U ഈസ് ഈക്വൽ ടു മൈനസ് P ഡോട്ട് E എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? AB കോസ് തീറ്റ എന്ന് വെച്ചാൽ A ഡോട്ട് B എന്നാണ്. AB കോസ് തീറ്റ എന്ന് വെച്ചാൽ A ഡോട്ട് B എന്നാണ്, A ഡോട്ട് B എന്നാണ്. അപ്പോൾ PE കോസ് തീറ്റ എന്ന് വെച്ചാൽ P ഡോട്ട് E മൈനസ് P ഡോട്ട് E. അപ്പൊ ഇതെപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? 90 ഡിഗ്രിയിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു ആംഗിളിലേക്ക് റൊട്ടേഷൻ വരുമ്പോൾ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ്. ഫോർ എക്സാമ്പിൾ 90 ഡിഗ്രിയിൽ നിന്നും ഒരു ഡൈപോളിനെ 120 ഡിഗ്രി ആക്കണം, വർക്ക് ഡൺ എത്ര എന്ന് ചോദിച്ചാൽ മൈനസ് PE കോസ് തീറ്റ. അവിടെ തീറ്റ എത്രയാണ്? 120. 90 ഡിഗ്രിയിൽ നിന്നും തീറ്റ ഡിഗ്രിയിലേക്ക്, ആ തീറ്റയുടെ സ്ഥാനത്ത് ഞാൻ പറഞ്ഞത് എത്രയാണ്? 120. അത് മാത്രം ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ ഇക്വേഷനെ കുറച്ചുകൂടെ സിമ്പിൾ ആക്കി എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 90 ഡിഗ്രി എന്ന ആംഗിളിൽ നിന്നും മറ്റേതെങ്കിലും ആംഗിളായ തീറ്റയിലേക്ക് ഒരു ഡൈപോളിനെ ടേൺ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് എത്ര? ആൻസർ മൈനസ് PE കോസ് തീറ്റ. അപ്പോൾ ഇത്രയാണ് ആ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്ത ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ പ്രോബ്ലം നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? 2 പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് P due to a charge of 4 into 10 raised to minus 7 coulomb located 9 centimeter away. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് P ഡ്യൂ ടു എ ചാർജ് ഓഫ് 4 into 10 raised to minus 7 കൂളം ചാർജിൽ നിന്നും 9 സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റായ Pയിലെ പൊട്ടൻഷ്യൽ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ചാർജ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു സിംഗിൾ ഇലക്ട്രിക് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താണ്? ഒരു ചാർജിൽ നിന്നും സെർട്ടൺ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷനാണ് 1/4πε0 Q/R. സോ 1/4πε0 മൊത്തം വാല്യൂ അറിയാലോ, ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? 1/4πε0 എന്ന് പറഞ്ഞാൽ 9 into 10 raised to 9 ആണ്. ഇൻറ്റു Q 4 into 10 raised to minus 7 ഡിവൈഡഡ് ബൈ R സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്, അത് മീറ്ററിലാക്കണം. സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 10 raised to minus 2 സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ദാറ്റ് മച്ച് വോൾട്ട് എന്ന് എഴുതണം.
അത്രേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? യൂണിറ്റ് കൺവേർഷനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അബദ്ധം പറ്റരുത്, ആർ സ്ക്വയർ ഇടരുത്. ആർ സ്ക്വയർ ഇട്ടാൽ അത് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആയിട്ട് മാറും. സോ ഫസ്റ്റ് പാർട്ട് ക്ലിയർ ആണല്ലോ. ക്വസ്റ്റ്യന്റെ ബി പാർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹെൻസ് ഒബ്റ്റെയിൻ ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ചാർജ് ഓഫ് 2 into 10⁻⁹ കൂളം ഫ്രം ഇൻഫിനിറ്റി ടു ദ പോയിന്റ് പി. ഇനി എന്ത് ചെയ്യണം? ഇവിടുത്തെ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിച്ചു. ഹെൻസ് ഒബ്റ്റെയിൻ എന്നിട്ട് കണ്ടുപിടിക്കണം എന്താണ്? ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ചാർജ് ഓഫ് 2 into 10⁻⁹ കൂളം ഫ്രം ഇൻഫിനിറ്റി ടു ദ പോയിന്റ് ബി. അതായത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു 2 into 10⁻⁹ കൂളം ചാർജിനെ നമുക്ക് പിയിൽ പ്ലേസ് ചെയ്യണം. അതിന് എത്ര വർക്ക് വേണം? അതിൻ്റെ ഉള്ള തിയറി അല്ലേ നമ്മൾ ഈ കിടന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പോയിന്റിൽ ആ ചാർജിനെ കൊണ്ടുവരാൻ എത്ര വർക്ക് വേണം എന്ന് ചോദിച്ചാൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഇൻറ്റു ആ കൊണ്ടുവയ്ക്കുന്ന ചാർജാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് W=VQ എന്ന്. സോ വിയുടെ ആൻസർ നമുക്കിവിടെ കിട്ടും. അതേ ഇൻറ്റു ഈ നിങ്ങൾ കൊണ്ടുവച്ച ചാർജ് 2 into 10⁻⁹ കൂളം. അത്ര മാത്രമേ ഇവിടെ ചെയ്യേണ്ട കാര്യമുള്ളൂ. ക്ലിയർ ആണോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് എഴുതിയെടുത്ത് നോട്ട് ചെയ്യണം. അപ്പോൾ അതിനകത്തൊരു ക്വസ്റ്റ്യൻ്റെ ഒരു ലാസ്റ്റ് പാർട്ടിൽ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഡസ് ദ ആൻസർ ഡിപ്പെൻഡ് ഓൺ ദി പാത്ത് എലോങ് വിച്ച് ദ ചാർജ് ഈസ് ബോട്ട്. അതായത് ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ പറയുന്ന ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് എത്രയെന്നേ ചോദിച്ചിട്ടുള്ളൂ അല്ലേ? അപ്പം നമുക്കറിയാം വർക്ക് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് ആണെന്ന് അറിയാം. ചോദിച്ചിരിക്കുന്നത് ഈ വർക്ക് നിങ്ങൾ ഈ ചാർജിനെ കൊണ്ടുവരുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ നമുക്ക് ഇങ്ങനെ വരാം, ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങനെ വരാം, ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങനെ വരാം. ആ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്നാണ്. ഇല്ല. കാരണം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് കൺസർവേറ്റീവ് ഫോഴ്സസ്, പാത്ത് ഡിപ്പെൻഡന്റ് ഫോഴ്സസും പാത്ത് ഇൻഡിപെൻഡന്റ് ഫോഴ്സസും. നമ്മൾ ചെയ്യുന്ന വർക്ക് പാത്തിന് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അത്തരം ഫോഴ്സുകളെ വിളിക്കുന്ന പേരാണ് കൺസർവേറ്റീവ് ഫോഴ്സസ്. എന്നാൽ ചെയ്യുന്ന വർക്ക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട കൺസർവേറ്റീവ് ഫോഴ്സസ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സെട്ര. അതുപോലെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ് തുടങ്ങിയ ഫോഴ്സ് ഒക്കെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഡസ് ദ ആൻസർ ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത് എന്നാണ് ആൻസർ. നോ, the path is independent, the work is independent of the path. Second question, 2 charges 3 into 10⁻⁻8 coulomb and -2 into 10⁻⁻8 coulomb are located 15 centimeter apart. 15 സെന്റിമീറ്റർ. സോ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. 2 charges 3 into 10⁻⁻8 coulomb and -2 into 10⁻⁸ coulomb are located 15 centimeter apart. അതുവരെ ക്ലിയർ ആണല്ലോ. At what point on the line joining the 2 charges is the electric potential 0 എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ലൈൻ ജോയിനിങ്ങിൽ എവിടെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 ആവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം 2 ചാർജുകൾ, ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് 15 സെന്റിമീറ്റർ. ഇതിനിടയിൽ എവിടെയൊക്കെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ 0 ആവുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോഴേ ഇതും ഈക്വൽ ഓപ്പോസിറ്റുമായ ചാർജസ് ആയിരുന്നെങ്കിൽ ഇപ്പം 2 into 10⁻⁻8ഉം -2 into 10⁻⁻8ഉം തന്നിട്ടാണ് ചോദിച്ചെങ്കിൽ കറക്റ്റ് മിഡ് പോയിന്റിൽ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും നമുക്ക് പറയാം. കാരണം പോസിറ്റീവ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ അത്ര തന്നെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇവിടെ നിന്ന് വരുമ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ ഈ പോയിന്റിൽ 0 ആയിരിക്കും. 2ന്റെ പൊട്ടൻഷ്യൽ -2ന്റെ പൊട്ടൻഷ്യൽ കൂടെ 0 ആയിപ്പോകും. പക്ഷെ ഇതൊരിക്കലും ആൻസർ എവിടെ ആയിരിക്കത്തില്ല? നടുക്കായിരിക്കത്തില്ല. പിന്നെ എവിടെ ആയിരിക്കും? ഇവിടെ ഈ ചെറിയ ചാർജിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ആയിരിക്കും ആ പൊട്ടൻഷ്യൽ 0 ആവുന്നത്. എന്ന് പറഞ്ഞാൽ 3യിൽ നിന്നും ഇച്ചിരി ദൂരെയും 2ന്റെ ഇത്തിരി അടുത്തും വരുമ്പോഴല്ലേ ഏകദേശം ഈക്വൽ വാല്യൂ വരാൻ ചാൻസ്. ഈ പൊട്ടൻഷ്യൽ 0 ആവുന്നത് എപ്പോഴാണ്? 3 into 10⁻⁻8ഉം അതുപോലെ -2 into 10⁻⁻8ഉം ഈ രണ്ടിന്റെയും പൊട്ടൻഷ്യൽ വാല്യൂ ഈക്വൽ ആകുമ്പോഴാണ് 0 ആയി പോകുന്നത്. കാരണം ഒന്ന് പോസിറ്റീവ് പൊട്ടൻഷ്യലും മറ്റേത് എന്തുമാണ്? നെഗറ്റീവ് പൊട്ടൻഷ്യലുമാണ്. അപ്പോൾ ഈ വരയ്ക്കിടയിൽ ഏതോ ഒരു സ്ഥലത്ത് ഇവരുണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ഈക്വൽ ആവുന്നുണ്ട്. ആ സ്ഥലത്താണ് 0 പൊട്ടൻഷ്യൽ വരുന്നത്.
കാരണം ഒരാൾ പോസിറ്റീവ് ചാർജും മറ്റേത് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട്. രണ്ടും ഈക്വൽ വാല്യൂ അല്ലാത്തത് കൊണ്ട് തന്നെ ലൈനിന്റെ മിഡ് പോയിന്റിലായിരിക്കത്തില്ല ആ പോയിന്റ്. വലിയ ചാർജിൽ നിന്നും ലേശം ദൂരെയും ചെറിയ ചാർജിന്റെ ഏകദേശം അടുത്തുമായിട്ട് ഒരു സ്ഥലത്ത് പൊട്ടൻഷ്യൽ ഈക്വൽ ആവാൻ അല്ലെങ്കിൽ സീറോ ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ് എന്നൊരു പോയിന്റ് അസ്യൂം ചെയ്യണം. അവിടെയാണ് പൊട്ടൻഷ്യൽ സീറോ എന്ന് വിചാരിക്കുക. അപ്പോൾ കണ്ടീഷൻ എന്തായിരിക്കും? 3 അതായത് എക്സ്, ഇതിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിൽ പൊട്ടൻഷ്യൽ സീറോ എന്ന് വിചാരിക്കുക. അതിപ്പം നിങ്ങൾക്ക് ഞാൻ ഐഡിയ തന്നതാണ്, പകുതി കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ മൈനസിന്റെ അടുത്തോട്ടായിരിക്കും എന്ന് ഞാനൊരു ഐഡിയ തന്നതാണ്. ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ പോലും എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിൽ പൊട്ടൻഷ്യൽ സീറോ എന്ന് എടുക്കുക. സോ 3 × 10⁻⁻8 കൂളം അവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? ഇവിടെ 1/4πε0 3 × 10⁻⁻8/x ആയിരിക്കത്തില്ലേ? ഇതിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലല്ലേ ആ പോയിന്റ് ഇരിക്കുന്നത്. പ്ലസ് ആ ചാർജ് -2 എന്ന് പറയുന്ന ചാർജ് ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? ഇവിടെ -1/4πε0 2 × 10⁻⁻8 ഡിസ്റ്റൻസ് എത്രയുടെ? ആ ചാർജ് നിന്നും ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്ര? മൊത്തം 15 അല്ലേ? അതിൽ നിന്ന് എക്സും പോയിട്ട് ബാക്കി ഡിസ്റ്റൻസ് എത്രയുടെ? 15 - x. ഇത് കൂട്ടുമ്പോൾ ഉത്തരം എത്ര വരണം? 0 വരണം. കാരണം ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്ര വരണം? 0 വരണം. ഈ മൈനസിനായിട്ട് എന്തിനാണെന്നറിയാലോ? മൈനസ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ മൈനസ് പൊട്ടൻഷ്യലാണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് 1/4πε0 3 × 10⁻⁻8/x ഈസ് ഈക്വൽ ടു 1/4πε0 2 × 10⁻⁻8/15 - x എന്ന് വരത്തില്ലേ? എന്ത് ചെയ്തു? ഈ മൈനസ് ടേമിനെ അപ്പുറത്ത് കൊണ്ടുപോയി. 1/4πε0 1/4πε0 കട്ട് 10⁻⁻8 10⁻⁻8 കട്ട് 3/x ഈസ് ഈക്വൽ ടു 2/15 - x. ക്രോസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടൂടെ? 3 × 15 - x ഈസ് ഈക്വൽ ടു 2x. സോൾവ് ചെയ്യും. വി ഗെറ്റ് ദ വാല്യൂ ഓഫ് x. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും തന്നിട്ട് ഇതിൻ്റെ ഇടയിലുള്ള ഏത് പോയിന്റിലാണ് പൊട്ടൻഷ്യൽ സീറോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയാണ് പൊട്ടൻഷ്യൽ സീറോ എന്ന് കണ്ടുപിടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണോടെ? ആദ്യം ഇതിനിടയിൽ ഒരു സ്ഥലത്ത് എക്സ് ഡിസ്റ്റൻസ് അകലെയായിട്ട് പൊട്ടൻഷ്യൽ സീറോ എന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് പോസിറ്റീവ് ചാർജ് അവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എഴുതുക. എന്നിട്ട് നെഗറ്റീവ് ചാർജ് അവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എഴുതുക. ടോട്ടൽ ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 0 എന്ന് കിട്ടും. ഈക്വേറ്റ് ചെയ്യുക, സോൾവ് ചെയ്യുക, എക്സ് കണ്ടുപിടിക്കുക. ഇനി ഇതിലൊരു ചെറിയ കാര്യം കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇതിനിടയിലുള്ള ഒരു പോയിന്റിൽ മാത്രമല്ല, ഇതിന് വെളിയിലുള്ള ഒരു പോയിന്റിലും പൊട്ടൻഷ്യൽ സീറോ ആവാൻ ചാൻസ് ഉണ്ട്. അതായത് ചാർജുകൾക്കിടയിലുള്ള ഒരു സ്ഥലത്തും അതിന് പുറത്തുള്ള ഒരു സ്ഥലത്തും പൊട്ടൻഷ്യൽ സീറോ ആവും. പക്ഷെ രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കൂട്ടത്തിൽ കുറഞ്ഞ വാല്യൂ ഉള്ള ചാർജ് ഇത് 3ഉം ഇത് 2ഉം ആണല്ലോ. പ്ലസും മൈനസും നോക്കണ്ട, മാഗ്നിറ്റ്യൂഡ് 3ഉം 2ഉം. അതിൽ ചെറിയ ചാർജിന്റെ ഇരുവശങ്ങളിലും വരുന്ന 2 പോയിന്റുകളിലാണ് പൊട്ടൻഷ്യൽ സീറോ ആവാൻ സാധ്യത. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കണ്ടുപിടിക്കാനേ ചോദിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പൊട്ടൻഷ്യൽ സീറോ ആവുന്ന 2 പോയിന്റ്സ് കണ്ടുപിടിക്കാനായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നും കൂടെ നോക്കണം. ആദ്യം ഇതുപോലെ ചെയ്ത് എക്സ് കണ്ടുപിടിക്കുക. അതിന് ശേഷം എന്ത് ചെയ്യണം? എക്സ് ഡിസ്റ്റൻസ് ദൂരെയുള്ള വെളിയിലുള്ള ഒരു പോയിന്റ് കൂടി കൺസിഡർ ചെയ്യണം. അവിടെയും പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് 0 കിട്ടും. അതായത് അപ്പോൾ ഇതാണ് പോയിന്റ് എങ്കിൽ ഇപ്പോൾ 3 × 10⁻⁻8 നിന്നും എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ പറയണം. 1/4πε0 3 × 10⁻⁸8/x പ്ലസ് നെഗറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യൽ -1/4πε0 2 × 10⁻⁸8 ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇവിടെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. നോക്കൂ, ഇവിടം തൊട്ട് ഇവിടം വരെ എക്സ് ഉണ്ട്. അതിൽ നിന്ന് 15 കുറയ്ക്കണം. അപ്പം ഈ ദൂരം കിട്ടും. ഈ ചാർജ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള ദൂരം. അപ്പം x-15 എന്നാവും. ശ്രദ്ധിച്ചോണം, പോയിന്റ് അകത്താണെങ്കിൽ നമ്മൾ ചെയ്യുന്ന അങ്ങനെയല്ല. ഡിസ്റ്റൻസ് എടുക്കുന്നത് എങ്ങനെയാണ്? 15 - x എന്നാണ് നേരത്തെ എടുത്തത്. ഇപ്പോൾ x - 15.
ഈസ് ഈക്വൽ ടു 0. ബാക്കി ചെയ്യാം. 1/4 epsilon 0, 3 into 10 raised to minus 8 by x is equal to 1/4 epsilon 0, 2 into 10 raised to minus 8 by x minus 15. കട്ട് ചെയ്യുന്നു. സോൾവിങ് യു ഗെറ്റ് ദ വാല്യൂ ഓഫ് എക്സ്. അങ്ങനെ 2 പോയിന്റുകളിൽ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ് എടുത്ത ശേഷം ഫസ്റ്റ് ചാർജിന്റെ ഇതിലിട്ട് കൊടുക്കുക, സെക്കൻഡ് ചാർജിന്റെ ഇതിലിട്ട് കൊടുക്കുക. അതായത് ഇതും ഈക്വൽ എന്ന് കിട്ടും. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന എക്സ് ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൂട്ടി നോക്കിയാൽ മതി, ഉത്തരം 0 എന്ന് കിട്ടും സംശയം ഉണ്ടെങ്കിൽ. അതിന് കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഇപ്പൊ 3 into 10 raised to minus 8 നിന്നും നിങ്ങൾക്ക് കിട്ടിയ എക്സ് വെച്ച് അവിടുത്തെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. അതുപോലെ 2 into 10 raised to minus 8 ചാർജിൽ നിന്നും എക്സ് മൈനസ് 15 വെച്ച് ഈ പൊട്ടൻഷ്യൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ 2 സെയിം ആൻസർ കിട്ടും. അപ്പോൾ ഇത് സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജും തന്നിട്ട് ലൈൻ ചെയ്യുമെങ്കിൽ പൊട്ടൻഷ്യൽ 0 ആവുന്നത് എവിടെയാണ്? അകത്തും പുറത്തും ഓരോ പോയിന്റ് എടുത്ത് നമുക്ക് ആ പൊട്ടൻഷ്യൽ 0 പൊട്ടൻഷ്യൽ എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിക്കും. സോ ഇത്രയും ഈ ചാപ്റ്ററിന്റെ ഒരു മെയിൻ പാർട്ട് കഴിഞ്ഞു. നമ്മൾ ഈ പാഠത്തിൽ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, എന്താണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ചാർജ് സിസ്റ്റം, അതിൽ തന്നെ എക്സ്റ്റേണൽ ഫീൽഡ് ഇല്ലാത്ത സ്ഥലത്തെ ചാർജ് സിസ്റ്റങ്ങളുടെ എനർജി, എക്സ്റ്റേണൽ ഫീൽഡ് ഉള്ള സ്ഥലത്തെ ചാർജ് സിസ്റ്റത്തിലെ എനർജി, ഒരു ഡൈപോളിലെ പൊട്ടൻഷ്യൽ എനർജി, ഇതൊക്കെ പഠിച്ചു. അതുമായൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന 1-2 ന്യൂമറിക്കൽ പ്രോബ്ലംസും കൂടെയാണ് നമ്മൾ ചെയ്തത്. ഇനി ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് എന്നൊക്കെ പറഞ്ഞ പുതിയൊരു ടോപ്പിക്കാണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.